ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും റമളാൻ മുബാറക് കേട്ടോ. റമളാൻ മാസം എങ്ങനെ പോകുന്നു? എല്ലാവർക്കും അടിപൊളിയല്ലേ? നമുക്ക് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മർസി ബാക്കിൽ കുറച്ച് തിരക്കാന്ന് കേട്ടോ. അതുകൊണ്ട് മർസി പറഞ്ഞു നിങ്ങൾ ഒറ്റക്ക് വിൻഡർ കൊടുത്തു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞ്. അപ്പം ഭയങ്കര ചൂടാന്നല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മർസീന്റെ വീട്ടിന്റെ ഈ ഒരു ഏരിയയില് കുറച്ചൊരു കുറവാണ്, നല്ല കാറ്റടിക്കുന്നോണ്ടായിരിക്കും അല്ലേ? നമ്മളെ ഫ്രണ്ടിൽ അങ്ങനെ കവർ ചെയ്തിട്ട് വീടും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. അപ്പൊ ഇന്ന് മർസി നല്ല തിരക്കുവിന്റെ സമയം തോന്നുന്നല്ലേ? ഇന്നാണ് ശരിക്കും പറഞ്ഞ തിരക്കോയിന്നല്ല, എന്റെ ഈ ഒരു ബാഗ് കിട്ടിയത് ഇന്നത്തെ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം അടുക്കി പറക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത്. ടിഷ്യൂ കണ്ടാലും മുപ്പർക്ക് വേണം. ഇത് വൈറ്റ് ആണ്. മർസിന്റെ മേക്കപ്പിന്റെ സാധനങ്ങളാട്ടാ. ജസ്റ്റ് ഒന്ന് നമ്മള് ഈ ഒരു ബാഗിലാണ് ആദ്യം കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിന്. പക്ഷെ ഈ ബാഗിലാവുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ സാധനം കൊള്ളുന്നില്ല. പിന്നെ നമ്മള് പഴയ ബാഗുമായി, പിന്നെ അത് മാത്രല്ല ഇതിലും നമ്മൾ വേറെയും കരുതേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിലാവോ എതിർക്ക. പിന്നെ അത് മാത്രല്ല നമ്മള് എന്താ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനം ഇടാൻ വേണ്ടിട്ട് വേറെ ഇങ്ങനെ ഒരു പൗച്ച് വാങ്ങിട്ടുണ്ടായി. അപ്പൊ ഈ സാധനം എല്ലാം പൗച്ചിലിട്ടിട്ടാകുമ്പോ ഞാൻ സർപ്രൈസ് ആയിട്ട് മർസിക്ക് വാങ്ങിക്കൊടുത്തേട്ടാ. നല്ലൊരു ബാഗ് ട്രോളി ബാഗ് വേണം. ഇത് അത്യാവശ്യം നല്ല ഇതുണ്ട്, സ്പേസ് ഉണ്ട്. സ്മോൾ സൈസ് ആണ്. അതെയാ, കുഴിയുണ്ട്. ഇതിന്റെ സെയിം സൈസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് പഴയതായി. ഇത് ഉപ്പ വരുന്ന സമയത്ത് പണ്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടാണല്ലേ. പണ്ട് നമ്മുടെ നെസ് ബേബിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് കേട്ടോ. ഇത് അളവിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുട്ടികള് മൊബൈൽ സ്ക്രീനൊക്കെ ഒഴിവാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്തിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ലൗലാപ്പിന്റെ സൺഷൈൻ സിംഗർ. ഇതിലൂടെ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റൈഡ് ഓൺ കാർ ഇലക്ട്രിസിറ്റിയോ പെഡലോ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇതിന് മാജിക് കാർ എന്ന് കൂടി പറയലുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ BPA ഫ്രീ ആണ്. അതുകൊണ്ട് കുട്ടികൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഡിസൈൻ ആണ്. അതുപോലെ എല്ലാ ടയറിനും കവറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഡിസൈൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് യെല്ലോ കളറും, പിന്നെ പിങ്ക് കളറും, പിന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ കളറും. ആർക്ക് ഷേപ്പിലായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നത് കൊണ്ട് തന്നെ ഏത് ഡയറക്ഷനിലേക്കും ഈസി ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നോൺ സ്ലിപ്പ് ഫുട്ട് മാറ്റ് കൂടി വരുന്നുണ്ട്. പേര് ലൗലാപ്പിന്റെ സൺഷൈൻ സിംഗർ ഇപ്പൊ നെസ് ബേബിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടാലറിയാം നെസ് ബേബി ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു സിംഗർ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു സംഭവം തുറന്നതിനാലും ഉള്ളുണ്ടാവും. നെസു വാ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനാന്ന് പറയാം, വേഗം വരും കേട്ടോ. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അണ്ട് ഈ സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിട്ടാണ് മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യുന്നു? ഡബിൾ സ്റ്റിക്കർ പിന്നെ നമ്മളെ ഈ ഒരു മന്ത് ഫ്രീ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്ത് നമുക്ക് വെഡിങ് സീസൺ ആണ് വരുന്നത്. എന്ത് മോളെ? അപ്പൊ നമുക്ക് അടുത്ത മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബിസി ആയിരിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു അങ്ങോട്ടേക്കുള്ള ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടോ. അപ്പൊ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓൾമോസ്റ്റ് ഏപ്രിൽ, മെയ് ഫില്ലായി വരുന്നുണ്ട്. ഇനി ബാക്കി അങ്ങോട്ടുള്ള മന്ത് ഉള്ളവരും വേഗം തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടോ. അന്ന് പോയപ്പോ പാർക്കില എന്തിനാ ഇപ്പൊ പാർക്കില്? ഇപ്പൊ നോമ്പല്ലേ? അതുകൊണ്ട് സാധനം നമുക്ക് കളിക്കാൻ പോണം. പക്ഷെങ്കില് ബാപ്പാക്കും ഉമ്മിക്കെല്ലാം നോമ്പല്ലേ? അത് നോക്കിട്ട് വയ്യ പോവാട്ടാ. മോള് പറഞ്ഞ വേ പോകും കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പോണെന്ന് പറഞ്ഞാ പിന്നെ പറയണ്ട. നെസ് എന്തെങ്കിലും പറഞ്ഞ വേ പോവാ. അതെല്ലാ ഉപ്പമാരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. നോമ്പുർക്ക് സ്പെഷ്യൽ എന്ന് പറയുമ്പോ നമ്മളിവിടെയാണ് കേട്ടോ. നമ്മളെ കണ്ണൂരാന്ന് തോന്നുന്നു കൂടുതൽ ഈ നോമ്പുർക്ക് വിഭവങ്ങളെല്ലാം കൂടുതൽ ഉണ്ടാക്കല്. നമ്മള് കോഴിക്കോട് റുദന്റെ അവിടെ ഒന്നും ഒരുപാട് വിഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവലില്ലാന്ന് തോന്നുന്നേ. കാരണം നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ അവര് നമ്മൾ നോമ്പ് തുറക്കുന്നതാന്ന് തോന്നും കഴിക്കില്ല. അങ്ങനെയാന്ന് തോന്നുന്നു. പിന്നെയാണ് അപ്പൊ നമുക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഉമ്മ പറയുന്നുണ്ടായിരുന്നു. ബണ്ണ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് ബണ്ണ് ഇന്ന് ഫില്ല് ചെയ്തത് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ബർഗർ അല്ല,
പാറ്റി ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും മസാല ഫില്ല് ചെയ്തിട്ട് ചീസൊക്കെ വെച്ചിട്ട് ആക്കണമെന്ന് പറയുന്നുണ്ടായിന്. അപ്പൊ അതുണ്ടാവും. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും അതാണ് മെയിൻ ആയിട്ട് ഇന്ന്. അപ്പൊ അതിന്റെ സൈഡായിട്ട് വേറെ എന്തെങ്കിലും. പുതിയ കുപ്പായാണ് ഉമ്മ കണ്ടില്ലേ ഇത് ഓൾക്ക് ഡെയിലി വിയർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഓർഡർ ചെയ്ത് ഇന്നിപ്പൊ കിട്ടിയതാട്ടാ. ട്രൗസർ പാന്റ് അതിന്റെ മറ്റേ ഗ്രീനാന്ന് പാന്റ്. ഇപ്പൊ അവള് ഇട്ടതും അതന്നെ ചെന്ന വാങ്ങിയതാണ്. നമ്മള് പണ്ടല്ലേ നെസൂനി വാങ്ങിക്കാൻ പറയാൻ വിടൂലേ, ഓള് ആ ഒരു ഫോമിലാ ഉള്ളത്. ഇതിന് എത്ര നോമ്പുണ്ട്? 4 അല്ല, എത്ര? 4. ഇതിന് കഞ്ഞി ഉണ്ടെന്നിട്ടാ നമ്മളെ അപ്പുറത്ത് നമ്മളെ കാർണർ അമ്മായി കൊടുത്തയച്ചതാട്ടാ. നമ്മളിവിടെ പള്ളിയിൽ കഞ്ഞി കൊടുക്കും. നിങ്ങൾ അവിടെ ഉണ്ടോന്ന് കമന്റ് ചെയ്യണേട്ടാ. കോയിനെ കണ്ടിട്ട് വന്നതാ. ഇത് എനിക്ക് കുടിക്കാൻ നിങ്ങൾക്കല്ല കൊടുക്കാന്. കോഴി ഒന്നും ഇങ്ങോട്ടായാലും ഓടും. അപ്പൊ നമ്മള് പന്നീരുണ്ട് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ നിറക്കാൻ വേണ്ടിട്ട് ഇതാട്ടോ നമ്മളെ ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ളത്. കുറച്ച് വെജിറ്റബിൾസും ചിക്കനും നമ്മള് മയോണൈസ് നമ്മള് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നില്ലേ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുഴിഞ്ഞ മുട്ട വെച്ചിട്ട്. അപ്പൊ അത് വെച്ചിട്ടാട്ടാ മയോണൈസ് ഉണ്ടാക്കിയത്. അല്ല, പച്ചമുട്ടനോടെല്ലാം ആക്കലേ ഇതാകുമ്പോ ഓയിൽ ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് പിന്നെ നമ്മളെ കുറച്ച് മയോണൈസും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കേട്ടോ. ഇതില് ജസ്റ്റ് സോസും ആക്കിയതിന് ശേഷം നമ്മളെ ആ ഫില്ലിങ് ഇതിൽ വെച്ചിട്ടാകുമ്പോ ബന്ന നിറച്ചത് റെഡിയായി. ഈ ഒരു റമളാന് നമ്മള് കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാത്ത റമളാനാക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മളെ ചീസ് വെക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതിന്റെ മുകളിൽ നമ്മള് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ടാകുമ്പോ ജസ്റ്റ് ഓവനിൽ ഒന്ന് ചൂടാക്കിയാല് നമ്മള് സംഭവം റെഡി ആയിട്ടാ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റി ആണ്. സംഭവം റെഡിയായി. സാധനം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ടതിന് ഓവനിൽ വെച്ച സംഭവം ക്ലിയർ ആയി. ഓക്കെ അപ്പൊ നമ്മളെ പ്ലാനില് ചെറിയൊരു ചേഞ്ച് വന്നേട്ടാ. നമ്മളെ സ്നാക്കും കാര്യമെല്ലാം റെഡിയായി. ഇപ്പൊ സമയം 5:45. നമ്മള് ഇത്താത്താന്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചേട്ടാ. അവരറിയൊന്നും ചെയ്യൂല. നമ്മള് ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് ഇത്താത്താന്റെ അടുത്ത് പോയിട്ട് നോമ്പ് മുറിക്കാന്ന് വിചാരിച്ച്. ഉമ്മക്കറിയ സംഭവം എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായി. അത് കഴിഞ്ഞേരാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഉമ്മക്ക് നിന്ന് വെറുതെ ഒരു പൂതി പോകാൻ വേണ്ടിട്ട് ഓർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോ ബാങ്ക് കൊടുക്കുന്നതിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും എത്തലുണ്ടാവാ. അപ്പം എന്തായാലും ചെലപ്പോ വണ്ടി തന്നെ ബാങ്ക് കൊടുക്കാനും മതിയില്ലേ? ഇല്ലല്ലേ 40 അപ്പൊ നമുക്ക് ഇപ്പൊ ഇറങ്ങാം. പെട്ടെന്ന് ഇറങ്ങാം. അപ്പൊ നമ്മള് അറിയായോണ്ട് ഇത് റാപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വണ്ടിയിൽ സീറ്റ് വെക്കാം. ഇങ്ങനെ ഒരു നോമ്പ് നമ്മളത് ആദ്യമായിട്ട് അല്ലേ? മറ്റേ സാധനം എടുത്ത് വെച്ചാ സർപ്രൈസ് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എല്ലായിടത്തും സാധനം എടുത്താ ഷേവാസ് ഉണ്ട്. ബാക്കി വൈകി എടുക്കാന്നോ? അസ്സലാമലൈക്കും. എന്താ വിഷയം? ഇപ്പൊ പോന്ന് പോകയാ എന്തേ? അപ്പൊ നമ്മളെല്ലാം എടുത്ത് വെച്ചേട്ടാ. അപ്പുറത്തത് അവരെല്ലാം ഓരോന്നും എടുത്ത് വെക്കുന്നുണ്ട്. മിസ് ബേബി, മിസ്സിന്റെ ഫേവറേറ്റ് ആണ് സ്ട്രോബെറി.
ഫേവറേറ്റ് പേരുള്ള കഴിക്കൊന്നും ചെയ്യില്ലേട്ടാ. ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമ്മള് വേഗം നോമ്പ് കുറിക്കട്ടെ. ഷേബ് ഇരിക്കി. നമ്മുടെ നോമ്പുറിയും തൊറയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇവിടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളവിടെ ഒരു ഐസ്ക്രീമോ ഒരു കേക്കോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കഴിക്കാൻ എന്താ പറഞ്ഞേ, വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ പലൂത പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ ഒരു കുഞ്ഞി കേക്ക് കഴിച്ചു. നീ പറഞ്ഞോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ പറയാൻ പോകുമ്പോ ഞാൻ കേക്ക് പറഞ്ഞു. ഞാനും എന്റെ മോളും കേക്ക്. എന്റെ മോള് കൊറേ ദിവസമായി കേക്ക് വേണം പറയുന്നത്. എന്റെ നമ്മള് കേക്ക് പറഞ്ഞു. പാത്തിന്റെ സാധനം വരുന്നു. പലൂതാ റോയലാ ഇത് നിങ്ങളത്. സംഭവം സാധനം മാറി കേസിന്. ഫാത്തിമ വലിയ ആളെ മതിരി. അന്ന് നമ്മള് വന്ന സമയത്ത് വേറൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അതെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത ഐറ്റം മാറിപ്പോയി. കുഴപ്പമില്ല, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, വേണ്ടെങ്കിൽ എനിക്കാന്ന്. നെക്സ്റ്റ് എന്റെ ഐറ്റം വരുന്നുണ്ട്. ആ എന്റത് പിസ്ത. എന്റത് എന്താണ് ക്വീനാണ്. കിങ് ഒന്നും പറഞ്ഞിട്ടില്ല. കേക്കിൽ ഒതുക്കി. ഇത് വേണോ? അതൊക്കെ തലവേന വന്നാ. അപ്പൊ ഗൈസ് നെസൂന് ചെറിയൊരു കേക്ക് ഒന്നൊരു ആഗ്രഹം പറഞ്ഞോണ്ടാ നമ്മൾ അതിന്റെ അടുത്ത് തന്നെയുള്ള ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായത്. അല്ലേ നെസു? അപ്പൊ പാപ്പാന് മോള് ഓർഡർ ചെയ്തതാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. ഓക്കെ ബൈ.